വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ വണ്ടി കയറണം. ഞാൻ ഇല്ലടാ നിന്റെ ആഗ്രഹമൊക്കെ സാധിക്കാൻ. എടാ നാരദ, എടാ നിന്റെ ഒരു സിനിമയിലെടുത്ത് KGF 3 നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ഡയറക്റ്റ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ റോക്കി ബായ് ഡേറ്റ് ഇല്ലാത്തോണ്ട് നീയാണ് റോക്കി ബായ്. പക്ഷെ നിന്റെ ഈ സ്ലാങ് വെച്ചിട്ട് നീ റോക്കി ബായുടെ ഒന്ന് പിടിക്കണം. ഈ വർത്താനം വെച്ചിട്ട് നമുക്കൊരു ട്രയൽ നോക്കിയല്ലോ. ട്രയല് ഞാൻ ഒരു സീൻ ഇപ്പൊ പറഞ്ഞുതരാം. അത് ഇൻസ്പയർ ആക്കി പറഞ്ഞോളാം. ഫ്രണ്ടിലൊരു കളവൻ നിക്കുക. ആ കളവന്റെ അടുത്ത് നീ ഒരു ഡയലോഗ് അടിക്കുന്നു. ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. ശരിയാണ് ഷാർ, ഞങ്ങൾ ഭീരുക്കളായിരുന്നു, ശക്തിയില്ലായിരുന്നു, ബുദ്ധിയില്ലായിരുന്നു. പക്ഷെ മാരിയമ്മന്റെ ഫ്രണ്ടിൽ വെച്ച് അവന്റെ കഴുത്തറത്തില്ലേ. നെടുവട്ടൻ ഡയലോഗാ. ഓ ശരിയാണ് സാറേ. ഞാൻ വന്നില്ല, ഞാനാണ് ആള്. ഞാൻ റോക്കി മോനെ വിളിച്ചു വരുവേ. റോക്കി മോനെ. ശരിയാണ് സാറേ, നമ്മ പേടിയുള്ള ആൾക്കാര്. അല്ല ബാക്കി എന്തായിരുന്നു സാറേ? അല്ലാട്ടാ മറന്ന്. അത് ഒന്നുകൂടെ ആലോചിക്കട്ടെ. ഞാനും മറന്നു. സ്ലാങ് കേട്ട് വിട്ടേ പോയി. ഡയലോഗ് മറന്നു. ഞാനും മറന്നു. ശരിയാണ് സാർ, നമ്മൾ ഭീരുക്കളായിരുന്നു, ശക്തിയില്ലായിരുന്നു. ശരിയാണ് സാർ. ഒരു മിനിറ്റ്, ഞാൻ എഴുതി വെക്കട്ടെ. പൊസ്കണ ഏതാ ഞാൻ തോന്നുന്നു. ഒരു മിനിറ്റ്. പോയി ഇത് പോയി. കാരണം ഓൾഡർ എന്നിട്ട് സേവ് ചെയ്യ. ശരിയാണ് സാർ, നമ്മൾ ഭീരുക്കളാണ്, ശക്തി ഇല്ലാത്തവരാണ്, ബുദ്ധി ഇല്ലാത്തവരാണ്. പക്ഷെ മാരിയമ്മന്റെ ഫ്രണ്ട് വെച്ച് അവന്റെ കഴുത്തറത്തില്ലേ. ബുദ്ധി ഇല്ലാന്ന് പറയണ. ഓ അത് പറയണം. പിന്നെ റോക്കി ബായ് അല്ലേ ഈ ഡയറക്ടർ പറയുന്ന അനുസരിച്ചല്ലേ സ്ക്രിപ്റ്റ്. ഏതമ്മയായിരുന്നു? ഏതൊരു തള്ളേന്റെ മുന്നിൽ വെച്ചിട്ട് എന്തോ ആക്കി പറഞ്ഞില്ലേ? ഏതായിരുന്നു? തള്ളയുടെ ഫ്രണ്ടിലെ കളവന്റെ ആകല്ലാട്ടാ. ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞ ഏതോ എന്തോ ആരെ മുന്നിൽ വെച്ചിട്ട് എന്താക്കിന്ന് പറഞ്ഞു? മാരിയമ്മനായിരുന്ന. മാരിയമ്മന്റെ കഴുത്തി വെച്ചിട്ട്, കഴുത്തിലല്ല ഏട്ടാ, മുന്നിൽ വെച്ചിട്ട് കഴുത്തറത്തില്ലേ. വരുവാണേ. വരുവാണേ. ശരിയാണേട്ടാ, നമ്മളെല്ലാം പേടിയുള്ള ആള്. നമ്മക്ക് ശക്തിയൊന്നും ഇല്ല, തലയിൽ തലച്ചോറും ഇല്ല. പക്ഷെ ഇങ്ങ ഒരു കാര്യം വെക്കണം, മാരിയമ്മന്റെ മുന്നിൽ വെച്ചിട്ട്, അതായത് ഉമ്മർത്ത് വെച്ചിട്ട് കൗത്തറത്തില്ല. ഒരു ആട്ടാ കൈനി അടുത്ത റോക്കി ചെയ്യാ. ഞാനാ അടുത്ത റോക്കി നീ അടുത്ത ഒരു ഡയലോഗ് ഉണ്ട്. നിങ്ങൾ വെറുതെ ഒരു തൂമക്കണ്ണനാക്കുന്നല്ല. അല്ല അടുത്ത ഇതാണ്. ഞാൻ ബീജമൊക്കെ ഞാൻ പാടിത്തരും. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാ, നീ ഇങ്ങനെ കാറി പൊക്കോണ്ടിരിക്കുമ്പം ഒരമ്മ കൊച്ചിനെ കൊണ്ടുവരുന്നു. കൊച്ചിന്റെ കിറ്റിൽ നിന്ന്, അമ്മിക്കല്ലല്ല അമ്മ കൊച്ചിനെ കൊണ്ട് വരുന്നു. കൊച്ചിന്റെ കവറിൽ നിന്ന് 2 ബണ്ണ് വീഴുന്നു. നീ റോഡിന്റെ നടുക്ക്. എന്നിട്ട് അമ്മ അത് എടുക്കാൻ ശ്രമിക്കും, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പൊ നീ നടുക്കൊണ്ട് വണ്ടി എടുത്തിട്ട് പറഞ്ഞു ആ ബണ്ണ് എടുത്തിട്ട് അമ്മയുടെ കൊടുത്തിട്ട് ഇങ്ങനെ ഡയലോഗ്: 8 ബൂട്ട് പോളിഷ് ചെയ്യുമ്പോ എനിക്കൊരു ബണ്ണ് കിട്ടിയിരുന്നത്. തറ വീണ ആഹാരത്തിന് വേണ്ടി നീ ഇത്ര കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവും. ശരിയാണ്, അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല, എത്ര ഉള്ളു. തറയിൽ വീണ ഭക്ഷണത്തിന് വേണ്ടി നീ ഇത്ര കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. നീ ആരെ പറ്റി ആലോചിച്ചും വിഷമിക്കണ്ട. പ്രപഞ്ചത്തിൽ നിന്നേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നെ കാണുമ്പോ ഇതിനെ പോലെ തോന്നുന്നുണ്ടോ? ഞാൻ ഇതല്ല അപ്പ പഠിച്ചെടുക്കാൻ. നീ ഇത് പറ. 5 വാക്ക് അറിയാം. നീ ആ ബണ്ണെടുത്തിട്ട് 8 ബൂട്ട് പോളിഷ് ചെയ്യുമ്പോഴാണ് എനിക്ക് ബണ്ണ് കിട്ടുന്നത്.
8 പോളിഷ് എന്താ 8 പോളിഷ് എന്താ 8 പോളിഷ് അല്ല ഞാൻ ആദ്യം ഡയലോഗ് പറയട്ടെ എന്നിട്ട് പറഞ്ഞാ മതി. ബീജം കിട്ടണം എനിക്ക് ബീജം കിട്ടണം. ഇത്രയും വലിയ പരിപാടി പറ്റൂലാട്ടാ. സിനിമയിലൊക്കെ ഇതൊക്കെ സഹിച്ചാൽ പറ്റുമോ? ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യണം. ഏത് കൂറ്റിലങ്ങാടി പെട്ടുപോയല്ലേ പറ. എന്തിനാ ഡയലോഗ്? എനിക്ക് സ്ലാങ് ഇട്ട ഡയലോഗ് മറന്നേ. 8 ബൂട്ട് പോളിഷ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു ബണ്ണ് കിട്ടിയിരുന്നത്. 8 ബൂട്ട് പോളിഷ് ചെയ്യുമ്പോന്ന് എനിക്കൊരു ബണ്ണ് കിട്ടിയിരുന്നത്. എത്ര മണ്ണ്? 8 ബൂട്ട്. 8 പുട്ടല്ല 8 ബൂട്ട് പോളിഷ് ചെയ്യുമ്പം 8 ബൂട്ട് പോളിഷ് ചെയ്യുമ്പോന്ന് നമുക്കൊരു ബണ്ണ് കിട്ടുന്നേ. ബണ്ണ് കിട്ടുന്നത്. തറയിൽ വീണ ആഹാരത്തിന് വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിലത്ത് വീണ ഭക്ഷണത്തിന് വേണ്ടിട്ട് നീ ഇടങ്ങ വല്ലാണ്ട് ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ ഡയലോഗ് പറഞ്ഞ് സ്ലാഗും പറഞ്ഞ് ഡയലോഗ് പറഞ്ഞ് അതാ അല്ല 8 ബൂട്ട് തിരിഞ്ഞ് ഡയലോഗ് പറഞ്ഞല്ലേ. പോളിഷ് ചെയ്യുമ്പോന്ന് നമുക്കൊരു ബണ്ണ് കിട്ടുന്നേ. തറയില് വീണ അല്ലേ? തറയില് വീണ എന്തായിരുന്നു? ബണ്ണ് 8 ബൂട്ട് പോളിഷ് ചെയ്യുമ്പോ നമുക്കൊരു ബണ്ണ് കിട്ടുന്നേ. നിലത്ത് വീഴുന്ന ഒരു ഭക്ഷണത്തിന് വേണ്ടി നീ ഇങ്ങനെ അടങ്ങാറാകുന്നുണ്ടെങ്കിൽ അനക്ക് മനസ്സിലാവും നീ അതില് വലിയ കാര്യം കാണിക്കുന്നുണ്ട്. ഈ ലോകത്ത് നിങ്ങളെ പോലത്തെ സ്ത്രീകളാണ് വലിയ പോരാളികള്. ഇന്ന് തന്നെ പടപ്പാ ഷൂട്ടിൽ തന്നെ തുടങ്ങാം. അഡ്വാൻസ് ഇറക്കണം വന്നിട്ട് സരക്കണം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷൂട്ട് ഡേറ്റ് പറയണേ. സാവേജ് ചേട്ടൻ വേറൊരു പടം പറഞ്ഞു. നമുക്ക് ഷൂട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വേറൊരു പടത്തിലെ അത് തെറി നമുക്ക് വേറെ ഏതൊരു സിനിമ വേറെ ഡയലോഗ് ആലോചിക്കട്ടെ. KGF വേറെ ഡയലോഗ്. ശരിയാണ് ഷെയർ അതൊന്ന് പറഞ്ഞേ. നേരെ തന്നെ സാറേ. കൺഫേം ഇത് റോക്കി തന്നെ. ഈ 2 പാട്ടൊക്കെ പഠിക്കേണ്ടി വരില്ല റോക്കിയുടെ പാട്ടാ. അതൊരെണ്ണം ഇച്ചിരി ഒരു 2 പാട്ട്. അതേത് മറ്റേ മോന് മറ്റേ വല്ല മുട്ടിയും കൊണ്ട് കൊത്താൻ പോകുന്ന പരിപാടി. കൊത്താൻ പോകുന്ന പരിപാടിയാ? മുട്ടി കൊട്ടയല്ല മുട്ടി എന്താ? മറ്റേ ആന അടിക്കുന്ന സാധനം, അതിന്റെ ബെൽറ്റ്. ആണി അടിക്കുന്ന ചുറ്റികട വലുത് കോടാലി ആട്ടാ. കോടാലി മരം വെട്ടുന്നത്. ചുറ്റികട മനസ്സിലായി. ഓരാ മുട്ടിയും കൊണ്ട് പോകുമ്പോ ഒരു പാട്ടില്ലേ, തൂഫാൻ. അതറിയാവോ? അല്ല എനിക്കറിയില്ല, അങ്ങനെ പാട്ടുണ്ട്. നീയാണ് ഇന്നോട്ട് സിറ്റിയിലെ റോക്കി. ഞാൻ തന്നെ. ഇനി ആരെന്തിനു ചോദിച്ചാലും റോക്കി തപ്പി. അതുമല്ല ഇപ്പൊ ഇന്ന് പിള്ളേരെയൊക്കെ കാണുമോ സിറ്റിയിൽ കുറെ കൊച്ചു പിള്ളേരൊക്കെ ഇല്ലേ? അവര് വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, വണ്ടി നിറങ്ങാൻ വന്നിട്ട് ചോദിക്കും, റോക്കി ബായ് ഇന്ന് എത്ര പേരെ കൊന്നു. അപ്പം നീ പറഞ്ഞ ഡയലോഗ് ഇതാണ്, മോനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് പറയാൻ ഞാൻ എത്ര പേരെ കൊന്നു. ഇത് ഞാൻ വന്ന് ചോദിക്കും. ഇപ്പം പറയണേ, റോക്കി ബായ് ഇന്ന് എത്ര പേരെ കൊന്നു. അടാ നീ പേടിക്കണ്ട, ഇന്നത്തെ ദിവസം കയ്യട്ടെ. ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ എല്ലാം തെരിച്ചരാ ഞാൻ എത്ര ആളെ കൊന്നു. പോയാ